മറ്റു വാർത്തയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിക്കാൻ ഹൈക്കോടതിയുടെ അനുമതിയുണ്ട്. അന്വേഷണ സംഘത്തിൽ 2 CIമാരെ കൂടി ഉൾപ്പെടുത്താനാണ് തീരുമാനം. ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് SITയുടെ ആവശ്യം അംഗീകരിച്ചത്. അതേസമയം കേസിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ടും ഹൈക്കോടതിക്ക് മുന്നിലെത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അംഗസംഖ്യ കൂട്ടുവാനായിട്ട് സംഘബലം കൂട്ടുവാനായിട്ടുള്ള ഒരു അനുമതിയാണ് ഹൈക്കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ ഉപഹർജിയിലാണ് ഹൈക്കോടതി ഈ അനുമതി നൽകിയിരിക്കുന്നത്. 2 ഉദ്യോഗസ്ഥരെ കൂടി 2 CIമാരെ കൂടി ഉൾപ്പെടുത്തണം എന്ന ഒരു ആവശ്യമാണ് ഹൈക്കോടതി മുൻപാകെ അന്വേഷണ സംഘം സമർപ്പിച്ചിരുന്നത്. കാരണം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ അന്വേഷണം പല ദിശകളിലേക്ക് തിരിയുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലുകളും കൂടുതൽ അന്വേഷണവും എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ടിവരുന്നു. നിലവിലുള്ള ഒരു അംഗസംഖ്യ അത് ഇത്ര വിപുലമായ ഒരു അന്വേഷണത്തിന് പര്യാപ്തമാകുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഹൈക്കോടതിക്ക് മുന്നിലുണ്ടായിരുന്നത്. ഹൈക്കോടതി ഇത് അവധിക്കാല ബെഞ്ചാണ് പരിഗണിച്ചത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് ആവശ്യം അംഗീകരിക്കുകയും അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതനുസരിച്ച് 2 പേരെ കൂടി 2 അന്വേഷണ ഉദ്യോഗസ്ഥരെ കൂടി സംഘത്തിൽ പുതുതായി ഉൾപ്പെടുത്താനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. ഇവരെ ആരെന്നും എന്തെന്നും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ കൂടി കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്യും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ തവണ ഇത് കേസ് പരിഗണിക്കുമ്പോൾ റിപ്പോർട്ട് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് നിശിതമായ വിമർശനം പ്രത്യേക അന്വേഷണ സംഘത്തിന് കേൾക്കേണ്ടി വന്നിരുന്നു. കാരണം അന്വേഷണം മരവിച്ച ഒരവസ്ഥയിലാണ്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്നതെല്ലാം തന്നെ ഹൈക്കോടതിയിൽ നിന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട പല അന്വേഷണ പുരോഗതികളും ഉണ്ടായിരുന്നു. പലരെ ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നതടക്കം വാർത്തകളിലേക്ക് വരികയും ചെയ്തു. അതുമാത്രവുമല്ല, ഇതൊരു അന്തർ സംസ്ഥാന ബന്ധമെന്ന രീതിയിലുള്ളൊരു അനുമാനങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വസ്തുതാപരമായ റിപ്പോർട്ടുകളടക്കം ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഹൈക്കോടതി വരും ദിവസങ്ങളിൽ പരിശോധിക്കും. ഇനി വരുന്നത് ജനുവരി 5 വരുന്ന ഈ വിഷയം പരിഗണിക്കുമ്പോൾ അന്നായിരിക്കാം ഒരുപക്ഷെ ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കമടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി പരിശോധിക്കുന്നത്. അന്ന് ഈ ഹൈക്കോടതിയിൽ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ തവണയെല്ലാം തന്നെ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന സ്ഥിതിക്ക് കൂടുതൽ കാര്യങ്ങളും കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുന്ന കാര്യങ്ങളും ഇപ്പോഴുള്ള ചോദ്യം ചെയ്യലിൻ്റെ വിശദാംശങ്ങളും ഇനി ചോദ്യം ചെയ്യേണ്ടവരുടെ വിവരങ്ങളും എല്ലാം തന്നെ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും 5-ാം തീയതി ഇനി കേസ് പരിഗണിക്കുമ്പോൾ ഈ റിപ്പോർട്ട് സംബന്ധിച്ച വിശദമായ വിവരങ്ങളും കോടതിക്ക് മുന്നിലേക്ക് എത്തും. എന്തായാലും ഇപ്പോൾ അന്വേഷണ സംഘം വിപുലീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അന്വേഷണത്തിൽ യാതൊരു ഇളവുമില്ലാതെ തന്നെ അംഗബലവും കൂട്ടിക്കൊണ്ട് കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുക എന്നൊരു നിർദ്ദേശം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എല്ലാ തീരുമാനങ്ങളും പത്മകുമാറിൻ്റെതെന്ന് മുൻ ദേവസ്വം ബോർഡ് അംഗം വിജയകുമാർ. സ്വർണ്ണപ്പാളി പുതുക്കുന്ന കാര്യം ബോർഡ് യോഗത്തിൽ പത്മകുമാർ പറഞ്ഞപ്പോൾ മറ്റൊന്നും വായിക്കാതെ ഒപ്പിട്ടെന്നാണ് വിജയകുമാർ SITയെ അറിയിച്ചത്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ മുൻ ബോർഡ് അംഗം വിജയകുമാർ വീഴ്ച വരുത്തിയതായും ബോർഡ് നഷ്ടമുണ്ടാക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയും. ഹൈക്കോടതിയുടെ പരാമർശത്തിന് പിന്നാലെയായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രത്യേക അന്വേഷണ സംഘം 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളായ വിജയകുമാറിലേക്കും ശങ്കർദാസിലേക്കും അടക്കം എത്തിയത്. അവരോട് കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ഹാജരായിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് വിജയകുമാർ ഈ ഒരു നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ SITയുടെ മുൻപാകെ ഹാജരാവുകയും തുടർന്ന് അറസ്റ്റിലേക്കും ഒപ്പം റിമാൻഡിലേക്ക് അടക്കം നീങ്ങിയത്. ഈ ഒരു വിജയകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം സൂചിപ്പിക്കുന്നത് വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഈ ഒരു മാനുവലിൽ അടക്കം തിരുത്തൽ വരുത്തി ആ ഒരു ദേവസ്വം ബോർഡിന്റെ മാനുവലിൽ കൃത്യമായി പരാമർശിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, അതായത് കട്ടിളപ്പാളിയിൽ അടക്കം നടത്തിയ മാറ്റങ്ങൾ ഈ ഒരു സന്നിധാനത്ത് വെച്ച് തന്നെ നടത്തേണ്ട ഒരു ആവശ്യകതയുണ്ട്. അങ്ങനെയാണ് ആ നിയമാവലി തന്നെ. അതടക്കം മാറ്റിയാണ് ഈ ഒരു സ്വർണം പുറത്തു കൊണ്ടുപോയതും ഈ തട്ടിപ്പിന് ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത്. ഒപ്പം തന്നെ ഇതിൽ ഗൂഢാലോചനയിൽ വിജയകുമാറും ശങ്കർദാസും പങ്കാളികളായിട്ടുണ്ട്. അത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള പത്മകുമാറിന്റെ മൊഴിയുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു കൊള്ളയിൽ സാമ്പത്തിക ലാഭം അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായി ഈ ഒരു ഇതിൽ ഇടപെടൽ നടത്തി. ഒപ്പം
ഒപ്പം എൻ വിജയകുമാറിന്റെ പക്ഷം എന്ന് പറയുന്നത് തനിക്കെതിരെ യാതൊരുവിധ പങ്കുമില്ല. ഒപ്പം തന്നെ പത്മകുമാറിന്റെ ഒരു രേഖകൾ, അതായത് പത്മകുമാർ സമർപ്പിക്കുന്ന രേഖകളെല്ലാം ഉടനടി ഒപ്പിട്ട് നൽകുക എന്നതിനപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള കുറ്റവും താൻ ചെയ്തിട്ടില്ല എന്നൊരു ന്യായമായിരുന്നു അദ്ദേഹം സമർപ്പിച്ചിരുന്നത്. നാളെയാണ് 31-ാം തീയതിയാണ് ഈ ജാമ്യാപേക്ഷ അടക്കം പരിഗണിക്കുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ കൂടുതൽ വിവരങ്ങളടക്കം ആരാഞ്ഞുകൊണ്ട് ഇതിലേക്ക് ഒരു അറസ്റ്റ് തുടരാനുള്ള, റിമാൻഡ് കാലാവധി തുടരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഡിമണിയും ഒപ്പമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ശങ്കർദാസിലേക്ക് ഇനിയും എത്താത്തത് ഹൈക്കോടതിയുടെ വിമർശനത്തിന് ഇനിയും കാരണമാകാൻ സാധ്യതയുണ്ട്. ക്യാമറമാൻ ബിബിൻ മുരളിയോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. 14 ദിവസത്തെ കൂടിയാണ് റിമാൻഡ് നീട്ടിയത്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. ഇരയാക്കപ്പെടുന്നുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളുമെന്നും ദൈവതുല്യനാരെന്ന ചോദ്യത്തിന് ശവം തീനികളല്ലെന്നുമായിരുന്നു പത്മകുമാറിന്റെ മറുപടി. എന്തോ വേട്ടനായ്ക്കളല്ല, ഏതായാലും വേട്ടനായ്ക്കളല്ല. ഈ എല്ലാത്തിനും സാറിന്റെ പേര് മാത്രമാണ് ഇപ്പൊ. അതെ, നോക്കാം, അയ്യപ്പൻ നോക്കിയോളൂ. ഈ കടകംപള്ളിയാണോ ദൈവതുല്യൻ? കടകംപള്ളിയാണോ ദൈവതുല്യൻ? ഏതായാലും ശവന്തീനികളല്ല.